ആന്റിബയോട്ടിക് സാക്ഷരതക്കായി 10 കൽപ്പനകൾ. 1. ആന്റിബയോട്ടിക് അരുത് ദുരുപയോഗം, അരുത് അമിത ഉപയോഗം, അരുത് സ്വയം ചികിത്സ. ആന്റിബയോട്ടിക് ഉപയോഗം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം. 2. ബാക്ടീരിയ മൂലമുള്ള ചില രോഗങ്ങൾക്ക് മാത്രമായി ആന്റിബയോട്ടിക് മരുന്നുകൾ ആവശ്യമുള്ളൂ. പനി, ചുമ, ജലദോഷം തുടങ്ങി നമുക്കുണ്ടാകുന്ന രോഗങ്ങൾ ഭൂരിഭാഗവും വൈറസുകൾ മൂലമാണ്. അവ ഭേദമാക്കാൻ ആന്റിബയോട്ടിക്കുകൾ ഫലപ്രദമല്ല. 3. ആന്റിബയോട്ടിക് മരുന്നുകൾ ദുരുപയോഗം ചെയ്യുന്നത് ഗുരുതര പ്രത്യാഘാതങ്ങൾക്കിടയാക്കും. 4. ആന്റിബയോട്ടിക്കുകൾ നിർദ്ദേശിക്കണമെന്ന് ഡോക്ടറോട് ആവശ്യപ്പെടുകയോ ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ അവ വാങ്ങിക്കഴിക്കുകയോ ചെയ്യരുത്. 5. ചികിത്സയ്ക്ക് ശേഷം അവശേഷിക്കുന്ന ആന്റിബയോട്ടിക്കുകൾ പിന്നീട് വീണ്ടും ഉപയോഗിക്കരുത്. 6. അവശേഷിക്കുന്നതോ കാലാവധി കഴിഞ്ഞതോ ആയ ആന്റിബയോട്ടിക്കുകൾ മണ്ണിലോ ജലാശയങ്ങളിലോ വലിച്ചെറിയരുത്. അവ സമീപത്തെ സർക്കാർ ആശുപത്രിക്കോ ഫാർമസിക്കോ കൈമാറുക. 7. ഡോക്ടർ നിർദ്ദേശിച്ച ആന്റിബയോട്ടിക് മരുന്നുകൾ പൂർണ്ണമായും കൃത്യമായും കഴിക്കുക. രോഗലക്ഷണങ്ങൾ കുറഞ്ഞു എന്ന കാരണത്താൽ അവ ഇടയ്ക്ക് വെച്ച് നിർത്തരുത്. 8. ഡോക്ടർ നിങ്ങൾക്ക് നിർദ്ദേശിച്ച ആന്റിബയോട്ടിക് മരുന്നുകൾ മറ്റുള്ളവരുമായി പങ്കുവെക്കരുത്. മറ്റുള്ളവർക്ക് നിർദ്ദേശിച്ച മരുന്നുകൾ വാങ്ങി കഴിക്കുകയും അരുത്. 9. കോഴി വളർത്തലിലും മത്സ്യകൃഷിയിലും ആന്റിബയോട്ടിക് മരുന്നുകൾ വെറ്റിനറി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കുക. കോഴികളുടെ വളർച്ച കൂട്ടാനായി ഒരു കാരണവശാലും ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കരുത്. 10. ആരോഗ്യപരമായ ജീവിതത്തിനു ഏറ്റവും ഉത്തമം അണുബാധകൾ തടയുകയാണ്. അതിനായി അടിക്കടി കൈകൾ സോപ്പ് ഉപയോഗിച്ച് വൃത്തിയായി കഴുകുന്നത് ശീലമാക്കുക. ലഭ്യമായ പ്രതിരോധ കുത്തിവയ്പ്പുകൾ കൃത്യമായി എടുക്കുക. രോഗികളുമായി അടുത്തിടപഴകുന്നത് ഒഴിവാക്കുക. എന്റെ കേരളം ആന്റിബയോട്ടിക് സാക്ഷര കേരളം.